Dear students, third module next topic ആണ് exception handling. Okay. So നിങ്ങൾ already പഠിച്ച topic ആണ് what do you mean by exception. So what is exception? An exception is an special unexpected error condition at runtime. Built-in exceptions may be dictated automatically by the language implementation. Exceptions can be explicitly raised. Exceptions are handled by exception handlers to recover from error conditions. Exception handlers are user-defined program fragments that are executed when an exception is raised. So, എന്താണ് എക്സെപ്ഷൻ? നിങ്ങൾക്കറിയാം റൺ ടൈമിൽ ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറേഴ്സിനെയാണ് അല്ലെങ്കിൽ എറർ കണ്ടീഷനെയാണ് നമ്മളെന്ന് പറയുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജാവയൊക്കെ പഠിച്ചപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ടേം കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം റൺ ടൈമിൽ ഉണ്ടാവുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറർ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി 2 types ഓഫ് എക്സെപ്ഷൻസ് ആണുള്ളത്. ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസും അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി റേസ്ഡ് എക്സെപ്ഷൻസും. അതായത് എന്താണ് ബിൽറ്റ് ഇൻ എക്സെപ്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോർമലി നമ്മളൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നു. അപ്പം റൺ ചെയ്യുന്ന സമയത്ത് ഇന്ന ഒരു എറർ വന്നാൽ ഇന്നത് ചെയ്യണം എന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു എറർ വന്നാൽ അതിന് വേണ്ടുന്ന എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണോ ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പെർഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ബിൽറ്റ് ഇൻ എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. എന്നാൽ ചില എക്സെപ്ഷൻസ് എന്ന് വെച്ചാൽ എക്സ്പ്ലിസിറ്റ്ലി റേസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അരിത്തമെറ്റിക് ഓവർഫ്ലോ അല്ലെങ്കിൽ ഡിവൈഡ് ബൈ 0 അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഇൻപുട്ട് സ്പെസിഫൈ ആയിരിക്കുക അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പിൽ എന്തെങ്കിലും എറർ ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവിടെ എറർ മെസ്സേജസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അന്നേരം ആ ഒരു ഇപ്പോൾ ഇന്ന എക്സെപ്ഷൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്ത് നമ്മൾ തന്നെ കൊടുക്കും. ഇന്ന എക്സെപ്ഷൻ വന്നാൽ ഇന്ന പ്രോഗ്രാം യൂണിറ്റ് അല്ലെങ്കിൽ ഇന്ന കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. അത് അറ്റ് ദ ടൈം നമ്മൾ ആ പ്രോഗ്രാമിൽ പ്രോഗ്രാമർ ചെയ്യുന്നതാണ്. അതിനാണ് നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി റേസ്ഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എക്സെപ്ഷൻസ് ആർ ഹാൻഡിൽഡ് ബൈ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ്. ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് വരുമ്പോൾ ആ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്? എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ആണത് പെർഫോം ചെയ്യുന്നത്. എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് ആർ യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സ് ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് വെൻ ആൻ എക്സെപ്ഷൻ ഈസ് റേസ്ഡ്. ഒരു പ്രോഗ്രാമിൽ ഒരു എക്സെപ്ഷൻ വരുമ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലറാണ് എന്ത് ചെയ്യുന്നത്? അതിനാവശ്യമായിട്ടുള്ള യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഗ്രാം എഴുതാണ്. ആ പ്രോഗ്രാം റൺ ചെയ്ത സമയത്ത് ഒരിടത്ത് വന്നപ്പോൾ എന്ത് ചെയ്തു? എറർന്ന് എഴുതി കാണിച്ചു. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലറാണ് എന്ത് ചെയ്യുന്നത്? ആ എക്സെപ്ഷൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം കോഡ് ഏതാണോ അത് എക്സിക്യൂട്ട് ചെയ്ത് ആ എറർ മാറ്റി ആ എക്സെപ്ഷൻ മാറ്റിയിട്ട് ബാക്കി കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ എക്സെപ്ഷൻ ഹാൻഡ്ലർ ടു ചൂസ് അല്ലെങ്കിൽ ടു എക്സിക്യൂട്ട് ദ യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ്സ് when an exception is raised. അപ്പോൾ 2 ടൈപ്പ് എക്സെപ്ഷൻ ആണ്. ബിൽറ്റ് ഇൻ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്പ്ലിസിറ്റ്ലി റേസ്ഡ് ഉണ്ട്. ബിൽറ്റ് ഇൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇന്നൊരു എറർ വന്ന ഇന്നൊരു എക്സെപ്ഷൻ വന്ന ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി നമ്മൾ അറിയാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പെർഫോം ചെയ്യും. ഓക്കെ, അല്ലാത്തതിനെയാണ് നമ്മളെന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ്ലി റേസ്ഡ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, what is an exception? A hardware dictated runtime error or unusual condition dictated by software. രണ്ടെണ്ണം ആവാം. ഒന്ന് ഹാർഡ്വെയർ ഉണ്ടാകുന്ന എറേഴ്സ് ആവാം, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് റൺ ടൈമിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എറേഴ്സും ആവാം എന്ത് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻസിന് എക്സാമ്പിൾസ് ആണ് അരിത്തമെറ്റിക് ഓവർഫ്ലോ, എൻഡ് ഓഫ് ഫയൽ ഓൺ ഇൻപുട്ട്, റോങ് ടൈപ്പ് ഫോർ ഇൻപുട്ട് ഡേറ്റ, യൂസർ ഡിഫൈൻ കണ്ടീഷൻസ്, നോട്ട് നെസസറിലി എറേഴ്സ്. ഓക്കെ, അതായത് അരിത്തമെറ്റിക് ഓവർഫ്ലോ നമ്മൾ പിന്നെ എന്തെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എറേഴ്സ്, അല്ലെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ എൻഡ് സ്പെസിഫൈ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ സ്പെസിഫൈ എൻഡ് ഓഫ് ഫയൽ ഓൺ ഇൻപുട്ട്, അതുപോലെ തന്നെ ഇൻപുട്ട് ഡേറ്റയ്ക്ക് റോങ് ടൈപ്പ് കൊടുക്കുക. നമ്മളിപ്പോൾ 2 ഇൻറ്റിജർ നമ്പേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ട് അഡീഷനകത്തൊരു പിന്നെ ഫ്ലോട്ടിങ് കൊടുത്തു കഴിയുമ്പം അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ്, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഏതെങ്കിലും പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്ന ഏതെങ്കിലും കണ്ടീഷൻസിലുണ്ടാകുന്ന എറേഴ്സ്. അപ്പോൾ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസാണ്? എക്സെപ്ഷൻസിന് എക്സാമ്പിളാണ്. മീൻസ് എക്സെപ്ഷൻ മീൻസ് എന്താണ്? അൺയൂഷ്വലായിട്ട് വരുന്ന എറർ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ആ എറേഴ്സിന് എക്സാമ്പിൾ പറഞ്ഞേക്കാണ് ഇത്. ഓക്കെ,
ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞത്. എക്സെപ്ഷൻ എന്ന് വെച്ചാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എറർ കണ്ടീഷനാണ്. ഒന്നേ അത് ഓട്ടോമാറ്റിക്കലി ഡിക്റ്റേറ്റ് ചെയ്യും ലാംഗ്വേജ് ഇംപ്ലിമെൻറ്റേഷൻ സമയത്ത്, അല്ലെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ്ലി റേസ് ചെയ്യും. എക്സ്പ്ലിസിറ്റ്ലി റേസ് ചെയ്യുന്നിടത്താണ് നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ശരിക്കും ചെയ്യുന്നത് വെച്ചാൽ, ഒരു പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയാണോ എക്സെപ്ഷൻ വരുന്നത് അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്തിട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലർ എന്ത് ചെയ്യും, അതിനാവശ്യമായിട്ടുള്ള യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ആ എക്സെപ്ഷൻ അല്ലെങ്കിൽ ആ എറേഴ്സ് എല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും കൺട്രോൾ എങ്ങോട്ടും എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് ബാക്കി കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസം അഡ്രസ് ദീസ് ഇഷ്യൂസ് ബൈ മൂവിങ് എറർ ചെക്കിംഗ് കോഡ് ഔട്ട് ഓഫ് ലൈൻ. എറർ വന്ന് എവിടെയാണോ അതവിടെ നിർത്തിയിട്ട് allowing the normal case to be specified simply and arranging for control to branch to a handler when appropriate. എന്ത് ചെയ്യും, എവിടെയാണോ എക്സെപ്ഷൻ വരുന്നത് അവിടെ വെച്ച് നിർത്തിയിട്ട് ഹാൻഡ്ലർ അതിൻ്റെ കൺട്രോൾ എങ്ങോട്ട് കൊടുക്കും, അത് എക്സെപ്ഷൻ മാറാനുള്ള ആവശ്യമായ കോഡ് ഏതാണോ നമ്മൾ എഴുതി വെച്ചേക്കുന്നത് അങ്ങോട്ടേക്ക് കൺട്രോൾ പോയി അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കി പ്രോഗ്രാം റൺ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട്സ് എൻ എക്സെപ്ഷൻ ഹാൻഡ്ലർ? എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലർ? എന്താ എക്സെപ്ഷൻസ് വരുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, എക്സെപ്ഷൻ ഹാൻഡ്ലർ. കോഡ് എക്സിക്യൂട്ടഡ് വെൻ എക്സെപ്ഷൻ ഒക്കേഴ്സ് മേ നീഡ് എ ഡിഫറെൻറ്റ് ഹാൻഡ്ലർ ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ. നമുക്കറിയാം ഒരു പ്രോഗ്രാമിൽ പല എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് ഓവർഫ്ലോ, ചിലപ്പോൾ എൻഡ് ഓഫ് ദ ഫയൽ സ്പെസിഫൈ ആയിരിക്കുക, റോങ് ഡേറ്റ ഇൻപുട്ട് ഡേറ്റ തെറ്റായിട്ട് കൊടുക്കുക, അങ്ങനെ പല എക്സെപ്ഷൻസ് വരും. സോ ഒരു എക്സെപ്ഷൻ വന്നാൽ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാം യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലർ. ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് ഓവർഫ്ലോയുടെ ഒരു എക്സെപ്ഷനാണ് വരുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് സോൾവ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻ്റ് ആണ്, അതിലേക്ക് കൺട്രോൾ പോയി അത് എക്സിക്യൂട്ട് ചെയ്യുക. എൻഡ് ഓഫ് ദ ഫയലിൻ്റെ പ്രശ്നമാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സെപ്ഷൻസിന് ആവശ്യമായിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ അത് ആരുടെ ജോലിയാണ്? ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ എഴുതുവാണ്, ഒരു ബ്ലോക്ക് കോഡ് എഴുതുകയാണെങ്കിൽ അതിൽ ഒരുപാട് എക്സെപ്ഷൻസ് വരാം. അപ്പോൾ ഓരോ എക്സെപ്ഷനും ആവശ്യമായിട്ടുള്ള അതിന് അപ്രോപ്രിയേറ്റ് ഉള്ള എക്സെപ്ഷൻസിന് ആവശ്യമായിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആരുടെ ജോലിയാണ്? എക്സെപ്ഷൻ ഹാൻഡ്ലറുടെ ജോലിയാണ്. അതാണ് പർപ്പസ് ഓഫ് ആൻ എക്സെപ്ഷൻ ഹാൻഡ്ലർ. റിക്കവർ ഫ്രം ആൻ എക്സെപ്ഷൻ ടു സേഫ്ലി കണ്ടിന്യൂ എക്സിക്യൂഷൻ. അതായത് എവിടെയാണോ പ്രശ്നം വരുന്നത് അവിടെ നിന്നിട്ട് ആ എക്സെപ്ഷൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്യണം, പഴയ എടുത്ത് വരണം. അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? എക്സെപ്ഷൻ ഹാൻഡ്ലറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫുൾ റിക്കവറി പോസിബിൾ ആയില്ലെങ്കിൽ നമുക്ക് എന്താ എഴുതി കാണിക്കണം? എറർ മെസ്സേജ് എന്ന് എഴുതി കാണിക്കണം. അതുപോലെ തന്നെ നമുക്ക് ലോക്കലി ഒരു എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ എക്സെപ്ഷനുമായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സും കാര്യങ്ങളും എല്ലാം അലോക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത എക്സെപ്ഷൻ ഹാൻഡ്ലർക്ക് അത് പാസ് ചെയ്യും. ഓക്കെ, ഇത് മൂന്നുമാണ് മെയിൻലി ആരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്, എക്സെപ്ഷൻ ഹാൻഡ്ലറുടെ പർപ്പസ് എന്ന് പറയുന്നത്. Languages like Clu, Ada, Modula 3, Python, PHP, Ruby, C++, Java, C#, ML all provide exception handling facilities in which handlers are lexically bound to block of code. Okay, ഇത് ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഫീച്ചർ യൂസ് ചെയ്യുന്നുണ്ട്. C++ലും ലിസ്പിലും എല്ലാം പ്രോഗ്രാമർ തന്നെ ഡിഫൈൻ ചെയ്യുന്നതാണ്. PHPയിൽ നമ്മുടെ സെമാൻറ്റിക് എറേഴ്സിനെ ഓർഡിനറി എക്സെപ്ഷൻസ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് സെറ്റ് എറർ ഹാൻഡ്ലർ. അടയിൽ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിൽറ്റിൻ ടൈപ്പ് ആയിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ വെച്ചാൽ നമുക്ക് തന്നെ പ്രോഗ്രാമർക്ക് തന്നെ അത് ചെയ്യാനായിട്ട് പറ്റും. ഡിക്ലെയർ MTQ എക്സെപ്ഷൻ എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. ഒരുപെട്ട എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഒരു എക്സെപ്ഷൻ വരുമ്പോൾ അതിന് ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ത്രോ എന്നുള്ളതെങ്കിൽ റേസ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വരുന്ന സ്ലൈഡിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്താണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എന്നുള്ളതൊന്ന് ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഒരു കോഡാണ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ട്രൈ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ കാണിച്ചിരുന്നുണ്ടോ ഇഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്, ദാറ്റ് മീൻസ് ഇവിടെ എന്ത് സംഭവിച്ചു, ഒരു എറർ സംഭവിച്ചു. ഇവിടെ എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചുവെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ത്രോ എന്ന് വെച്ചാൽ അത് കാണിക്കുകയാണ്, അത് അവിടെ റേസ് ചെയ്യുകയാണ്, അവിടെ എക്സെപ്ഷൻ ഉണ്ടായെന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇഫ് സംതിങ് ഹാപ്പൺ മീൻസ് ഇഫ് ഒരു എറർ സംഭവിച്ചു നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ത്രോ ചെയ്യണം, ത്രോ മൈ എക്സെപ്ഷൻ. അങ്ങനെ വരുമ്പോഴത്തേക്കിനും എക്സെപ്ഷൻ ഹാൻഡ്ലർ എന്ത് ചെയ്യും, ഇതിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യും, ത്രോ എന്ന് വെച്ചാൽ ഇവിടെ എറർ ഉണ്ടായി, അപ്പോൾ എന്ത് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള കോഡ് ആ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും കാണാം, അതാണിത്. അപ്പോൾ അതിൻ്റെ കൺട്രോൾ നേരെ ഇങ്ങോട്ട് പോകും. അതായത്
നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. ത്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയെങ്കിലും എന്ത് കാണും? ത്രോ ആൻഡ് ക്യാച്ച് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കാണും. ഓക്കെ, നിങ്ങൾ പ്രോഗ്രാമിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇതാണ്ടേ, ഇവിടെ ത്രോ ചെയ്തു, അതിൻ്റെ ഇവിടെ ക്യാച്ച് ചെയ്തു, കണ്ടോ? അപ്പം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്, ഒരു എറർ വന്നു കഴിഞ്ഞാൽ ത്രോമായി എക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ കൺട്രോൾ എങ്ങോട്ട് പോകും? ക്യാച്ചിലോട്ട് പോകും, കണ്ടോ? അപ്പോൾ ആ ക്യാച്ചിൽ വന്നിട്ട് അവിടെ എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ അവിടെ സി ഔട്ട് ഊപ്സ് എന്നാണ്. എന്നിട്ട് അതെല്ലാം ആ ക്യാച്ചിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സെപ്ഷൻ ഹാൻഡലർ കൺട്രോൾ എങ്ങോട്ട് കൊടുക്കത്തുള്ളൂ? ആദ്യത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അങ്ങോട്ട് കൊടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ വർക്ക് ചെയ്യും? സി ഔട്ട് എവറിത്തിങ് ഈസ് ഓക്കെ എന്നുള്ളത് വർക്ക് ചെയ്യും. അതാണ് ഈ സൈഡിൽ എഴുതിയേക്കുന്നത്. ഇഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഓക്കേഴ്സ് ദിസ് കോഡ് വിൽ ത്രോ ആൻ എക്സെപ്ഷൻ. ഒരു അൺഎക്സ്പെക്റ്റഡ് ഉള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ ആ കോഡ് എന്ത് റേസ് ചെയ്യും? ത്രോ ആ എക്സെപ്ഷനെ ത്രോ ചെയ്യും. ആൻഡ് ദ ക്യാച്ച് ബ്ലോക്ക് വിൽ എക്സിക്യൂട്ട് ഇൻ ദ പ്ലേസ് ഓഫ് ദ റിമൈൻഡർ. അപ്പോൾ പിന്നെ ആ കോഡ് ബാക്ക് ചെയ്യുമോ? അതായത് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് വരുന്നു കഴിയുമ്പോഴത്തേക്കിനും കൺട്രോൾ നേരെ ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം മാത്രമായിരിക്കും ഇത് 1, ഇത് 2, പിന്നെ വീണ്ടും 3, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ ത്രോ വന്നു കഴിഞ്ഞാൽ ഉടനെ ക്യാച്ചുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ എല്ലാം കംപ്ലീഷന് ശേഷം മാത്രമേ വീണ്ടും കൺട്രോൾ ത്രോയിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, if an exception is not handled within the current subroutine, then the subroutine returns abruptly and the exception is raised with the point of call. For example, ഇതിപ്പോൾ ഒരു ഫംഗ്ഷനിലാണ്, സബ്റൂട്ടീൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനകത്താണ് നമുക്കിങ്ങനെ ഒരു എക്സെപ്ഷൻ വന്നെങ്കിൽ നമുക്ക് അതിന് അവിടെ വെച്ചുകൊണ്ട് അത് കംപ്ലീറ്റ് അത് നമുക്ക് എറർ മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ ഫംഗ്ഷനെ നമ്മൾ ആദ്യം എക്സിറ്റായി വന്നിട്ട് ആ ഫംഗ്ഷനെ ആരാണോ കോൾ ചെയ്ത് ആ കോളിംഗ് ഫംഗ്ഷനിലോട്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അതിനാവശ്യമായിട്ടുള്ള എക്സെപ്ഷൻ ഹാൻഡ്ലേഴ്സ് എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് ആൻ എക്സെപ്ഷൻ ഇസ് നോട്ട് ഹാൻഡിൽ വിത്ത് ദ കറണ്ട് സബ് റൂട്ടീൻ. ആ കറണ്ട് സബ് റൂട്ടീനിൽ ഒരു ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നു, കോൾ ചെയ്ത ഫംഗ്ഷൻ എടുക്കുമ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോൾ ചെയ്ത ഫംഗ്ഷൻ ഏതാണോ അവിടെ പോയാൽ ചെക്ക് ചെയ്യാൻ നോക്കും, അത് പെർഫോം ചെയ്യും. ഇഫ് ദ എക്സെപ്ഷൻ ഇസ് നോട്ട് ഹാൻഡിൽ ദ കോളിംഗ് സബ് റൂട്ടീൻ, അവിടെ പോയിട്ട് കോളിംഗ് സബ് റൂട്ടീനിൽ പോയിട്ട് നടന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത് നമ്മളിത് ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞാണ്, നമ്മൾ എങ്ങോട്ട് പോകും? മെയിൻ പ്രോഗ്രാമിലോട്ട് പോകും. അപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് സബ് റൂട്ടീൻ നോക്കി പറ്റിയില്ല എങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകും? മെയിനിലോട്ട് പോകും. ആദ്യം ഒരു സബ് റൂട്ടീൻ നിന്നോട്ട് പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോളിംഗ് സബ് റൂട്ടീൻ നോക്കുക. അതിനെ ആരാണോ കോൾ ചെയ്ത് ആ ഫംഗ്ഷനിലോട്ട് നോക്കുക. അവിടെയും പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ മെയിനിലോട്ട് പോകും. ഇനി മെയിലിലും പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് മെയിലിലും നമുക്ക് ആ എക്സെപ്ഷൻ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ദെൻ എ പ്രീ ഡിഫൈൻഡ് ഔട്ടർ മോസ്റ്റ് ഹാൻഡലർ ഈസ് ഇൻവോക്ഡ് ആൻഡ് യൂഷ്വലി ടെർമിനേറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യും? ഔട്ടർ മോസ്റ്റ് ഹാൻഡലർ ഇൻവോക്കായിട്ട് അത് സാധാ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നുള്ള ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ത്രോ ക്യാച്ചിൻ്റെ കാര്യമൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. ട്രൈ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ ഫൂ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു. അപ്പോൾ നേരെ കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകും. ഫസ്റ്റ് ഇത് എക്സിക്യൂട്ട് ചെയ്യും, സെക്കൻഡ് ഇവിടുത്തെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ കോൾ ചെയ്ത ഉടനെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതാണ് ഇത് ഇവിടെയാണ് മൂന്നാമത്തത്. ഇത് ഫംഗ്ഷനെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തേക്കാണ്, ഫംഗ്ഷൻ ഡെഫിനിഷനാണിത്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്ത് ചെയ്തു? ഒരു എറർ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ എറർ വന്ന ഉടനെ ത്രോ ചെയ്യുമ്പോൾ നേരെ ഇങ്ങോട്ട് വന്നിട്ട് ക്യാച്ചിലോട്ട് പോകുന്നുണ്ട്. ക്യാച്ചിൽ എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഇത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ജസ്റ്റ് ഫംഗ്ഷനകത്തുള്ള കാര്യം പറയണ്ടോ? ഫംഗ്ഷനകത്ത് ആദ്യൊരു ഫംഗ്ഷനകത്ത് കോൾ ചെയ്തപ്പോൾ ഫംഗ്ഷനിലേക്ക് വന്നു. ആ ഫംഗ്ഷനകത്ത് ത്രോ വന്നപ്പോൾ കണ്ടോ, അതിനെ ആരാണോ കോൾ ചെയ്തത് അങ്ങോട്ടാണ് പോയത്. കോൾ ചെയ്തെടുത്തോട്ട് പോയി. അവിടെ ക്യാച്ച് ഉണ്ടായതുകൊണ്ട് അവിടെ നടന്നു. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും മെയിൻ ഫംഗ്ഷനിലോട്ട് നോക്കി പോയാനായിരുന്നു. ഓക്കെ, എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ്, എക്സെപ്ഷൻ പ്രൊപ്പഗേഷൻ. അതായത് ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. അതായത് ഒരു എക്സെപ്ഷൻ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് കോഡിനെ സംബന്ധിച്ച് ഒരുപാട് എക്സെപ്ഷൻസ് കാണും. ഇപ്പോൾ ഫസ്റ്റ് എക്സെപ്ഷൻ വരുമ്പോൾ അതിന് മാച്ച് ആവുന്ന ഏതാണോ കിടക്കുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അരിത്തമെറ്റിക് ഓവർഫ്ലോ ആണെങ്കിൽ എക്സെപ്ഷൻ ഹാൻഡിൽ എന്ത് ചെയ്യും? അതിനാവശ്യമായിട്ടുള്ള യൂസ് ആൻഡ് ഡിഫൈൻഡ് പ്രോഗ്രാം ഫ്രാഗ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാതെ ഇപ്പോൾ എൻഡ് ഓഫ് ഫയലുമായിട്ട് ബന്ധപ്പെട്ടൊരു എക്സെപ്ഷൻ വരുമ്പം വേറൊന്ന് അതിൻ്റെ കോഡ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്താൽ കറക്റ്റ് ആവുമോ? ഇല്ല. അപ്പോൾ ഓരോ എക്സെപ്ഷൻ വരുവാണെങ്കിൽ അതിന് മാച്ച് ആവുന്ന ഏറ്റവും കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നതിനെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ റെസ്പോൺസിബിലിറ്റി, പർപ്പസ് എന്ന് പറയുന്നത്? എക്സെപ്ഷൻ ഹാൻഡലറുടെ പർപ്പസ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രൈക്കകത്ത് ഇവിടെ നമ്മൾ ത്രോ എന്ന് പറയുന്ന ഇവിടെ നമ്മൾ ത്രോ ഇല്ലാതെ എഴുതിയേക്കുവാണ്. ജസ്റ്റ് ട്രൈക്കകത്ത് തന്നെ നമുക്ക് വരാവുന്ന എറേഴ്സ് എന്താണെന്ന് നമ്മൾ കൊടുത്തു. എന്നിട്ട് പറയുകയാണ്
ഉണ്ട്. ഇവിടെ നോക്കിക്കേ നിങ്ങൾക്ക് അറിയാം, ട്രൈക്കകത്ത് നമ്മൾ പൊട്ടൻഷ്യലി കോംപ്ലിക്കേറ്റഡ് സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ഇൻവോൾവിങ് മെനി കോൾസ് ടു സ്ട്രീം IO റൊട്ടീൻസ്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രൈക്കകത്ത് തന്നെ നമ്മൾ ജസ്റ്റ് എന്തൊക്കെ പോസിബിൾ എറേഴ്സ് ഉണ്ടെന്ന് അങ്ങ് പറയും. ഇവിടെ നമ്മൾ ത്രോ യൂസ് ചെയ്യാണ്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ട്രൈക്കകത്ത് തന്നെ എന്തൊക്കെ എറേഴ്സ് വരാമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് ക്യാച്ചിനകത്ത് എൻഡ് ഓഫ് ഫയൽ, അത് എൻഡ് ഓഫ് ഫയലോട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എറേഴ്സാണ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഈ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇവിടെ വരുന്ന IO ഓപ്പറേഷനോട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എറേഴ്സ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഇത് രണ്ടും അല്ലാതെ ഏതെങ്കിലും എറേഴ്സ് ഇവിടെ വരുന്നതെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ത്രോ ഇല്ലാണ്ട് എഴുതിയേക്കുന്ന ഒരു കോഡാണിത്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദെൻ എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ക്ലീനപ്പ് ഓപ്പറേഷൻ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എന്താണ് ക്ലീനപ്പ് ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു എക്സെപ്ഷൻ വന്നു, ഒരു എക്സെപ്ഷൻ ഒക്കെ റേസ് ചെയ്തു അല്ലെങ്കിൽ ത്രോ ചെയ്തു, നമുക്കത് പറ്റുന്നില്ല, ആ ഒരു എറർ അല്ലെങ്കിൽ ആ ഒരു എക്സെപ്ഷൻ നമുക്ക് മാറ്റാനായിട്ട് പറ്റുന്നില്ല എന്ന് കരുതി നമുക്ക് അവിടെ നിന്ന് അങ്ങ് ക്വിറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്സെപ്ഷനുമായിട്ട് അലോക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും റിസോഴ്സസോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് റീ അലോക്കേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അടുത്ത എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്തിട്ട് അത് പാസ് ചെയ്യണം. ഈ ഒരു ഓപ്പറേഷനാണ് നമ്മൾ ക്ലീനപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിസ്ട്രക്ടേഴ്സ്. നിങ്ങൾക്ക് സാധാരണ അറിയാം, നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ കൺസ്ട്രക്ട് ചെയ്ത ഒബ്ജക്റ്റ് നമ്മൾ ഡിസ്ട്രക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. ഇൻ C++ an exception that leaves a scope to call destructor function for any object that occurs within that scope. Destructors are often used to deallocate heap space and other resources. ഇനി ലിസ്പ് പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ അതിന് പകരം ഒരു അൺവൈൻഡ് പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ എക്സ്പ്രഷനാണ് യൂസ് ചെയ്യാറുള്ളത്. മോഡുലാർ 3 പൈത്തൺ ജാവയിൽ നമ്മൾ ട്രൈ ഫൈനലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. നമ്മൾ മുമ്പേ പറഞ്ഞത് ട്രൈ ക്യാച്ച് അല്ലേ, ട്രൈ ക്യാച്ച് എന്നല്ലേ പറഞ്ഞത്. അതിന് പകരം മോഡുലാർ 3-ലാണെങ്കിൽ ട്രൈ ഫൈനലി എന്ന് പറയുന്നതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കാണിച്ചിട്ടുണ്ട് ട്രൈ മൈ സ്ട്രീം ഈസ് ഓപ്പൺ റീഡ് മൈ ഫയൽ പാർട്സ് മൈ സ്ട്രീം ഫൈനലി ക്ലോസ് മൈ സ്ട്രീം. അതായത് നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ ഒരു എക്സെപ്ഷൻ വന്നു, റീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു എക്സെപ്ഷൻ വന്നു, അപ്പോൾ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും നമുക്കത് ക്വിറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ ഓപ്പൺ ചെയ്ത ഫയൽ അല്ലെങ്കിൽ അതുമായിട്ട് അലോക്കേറ്റ് ചെയ്ത റിസോഴ്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതവിടെ പറഞ്ഞേക്കുന്നത് ട്രയൽ കണ്ടോ, ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, ലാസ്റ്റ് ഫൈനലിൽ കണ്ടോ അത് ക്ലോസ് ചെയ്തു. എക്സെപ്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെല്ലാം ക്ലോസ് ചെയ്യുക. അതായത് എന്തൊക്കെ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്പേസും അത് റിസോഴ്സൊക്കെ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഡിസ്ട്രക്ടേഴ്സ് യൂസ് ചെയ്യാറ് ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ മെയിൻലി എന്താണ് എക്സെപ്ഷൻ, അത് ട്രൈ ക്യാച്ചിൻ്റെ കാര്യം ഓർക്കുക, എങ്ങനെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് പ്രൊപ്പഗേഷൻ എന്ന് ഓർക്കുക. അത് കറക്റ്റ് ഒരു എക്സെപ്ഷൻ വന്നാൽ അതുമായിട്ട് അതിന് ഏറ്റവും മാച്ച് ആവുന്ന ഒരെണ്ണത്തെ അപ്രോപ്രിയേറ്റ് ഉള്ള ഒരെണ്ണത്തെ ചൂസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് എക്സെപ്ഷൻ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലീനപ്പ് എന്ന് വെച്ചാൽ അലോക്കേറ്റ് ചെയ്തതിനെല്ലാം നമ്മൾ ഫുൾ എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനാണ് ക്ലീനപ്പ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് if a protected block of code has handlers of several different exceptions, they are implemented as a single handler containing a multi-arm if statement. നമുക്കറിയാം else if സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ടാ കണ്ടുപിടിക്കാൻ നേരം നിങ്ങൾ പഠിച്ചു ഇഫ് ഡിറ്റർമിനൻറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡിറ്റർമിൻ കണ്ടുപിടിച്ചു, അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു കുറേ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ലെസ് ദാൻ 0 ആണെങ്കിൽ, അപ്പോൾ ഇഫ് ഡിറ്റർമിനൻ ഗ്രേറ്റർ ദാൻ 0, എൽസ് ഇഫ് ഡിറ്റർമിനൻ ഈസ് ഈക്വൽ ടു 0, എൽസ്. ഇപ്പോൾ 3 കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഇഫ് കൊടുക്കും, രണ്ടാമത്തെ എൽസ് ഇഫ് കൊടുക്കും, മൂന്നാമത്തത് എൽസ്. അത് എന്ത് ചെയ്യുന്നത് എപ്പോഴാണ് അതിൻ്റെ തൊട്ട് മുമ്പ് എൽസ് കൊടുക്കും. അപ്പോൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇതുപോലെ വരുവാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് വരുവാണെങ്കിൽ നമുക്കൊരൊറ്റ എണ്ണത്തിൽ എന്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് എഴുതാൻ പറ്റും. കണ്ടോ, ഇഫ് എക്സെപ്ഷൻ മാച്ചസ് എൻഡ് ഓഫ് ഫയലിൻ്റെ ആണെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻ. ഇനി എൽസ് ഇഫ് അതൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് എറർ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ല ഇതൊന്നും അല്ല എങ്കിൽ ക്യാച്ച് ഓൾ ഹാൻഡ്ലർ. അപ്പോൾ നമുക്കിത് ഒറ്റയായിട്ട് വേണമെങ്കിൽ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതാം എന്നുള്ളതിൻ്റെ ഒരു കോഡ് കാണിച്ചേക്കാണ്. ഇനി നമുക്ക് എക്സെപ്ഷൻസ് ഇല്ലാതെ, ഇപ്പോൾ നമുക്ക് പറഞ്ഞു ബിൽറ്റിൻ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞില്ലേ, അപ്പം നമുക്ക് ഈ എക്സെപ്ഷൻസ് റേസ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ സി പോലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈബ്രറി റൂട്ടീൻസ് ആണ് സെറ്റ് ജമ്പും ലോങ് ജമ്പ്. SETJMP എന്ന് വെച്ചാൽ സെറ്റ് ജമ്പും ലോങ് ജമ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സെറ്റ് ജമ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണം,
അപ്പോൾ ഒരു എക്സെപ്ഷൻ വന്നു. എക്സെപ്ഷൻ വരുമ്പോൾ അതുവരെയുള്ള ആ എക്സെപ്ഷൻ ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ പ്രോഗ്രാമിൻ്റെ ഫുൾ കാര്യങ്ങൾ ഇൻഫോർമേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു ബഫറിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, എക്സെപ്ഷൻസ് എല്ലാം പിന്നെ എറേഴ്സ് എല്ലാം സോൾവ് എല്ലാം ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, ഇതിനെ റീസ്റ്റോർ ചെയ്യണ്ടേ, പഴയ സ്റ്റേറ്റിലുള്ള ഇൻഫർമേഷൻ എല്ലാം എടുക്കണ്ടേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡേറ്റ എല്ലാം നമ്മൾ ലോങ് ജമ്പിലേക്ക് പാസ് ചെയ്യും. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്, ആ കറണ്ട് സ്റ്റേറ്റിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പം സെറ്റ് ജമ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എക്സെപ്ഷൻ ഉണ്ടാകുന്നത് വരെയുള്ള, ആ എറേഴ്സ് ഉണ്ടാകുന്ന വരെയുള്ള ഇൻഫോർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്യാനും, അത് എല്ലാം ചെയ്തതിന് ശേഷം കണ്ടീഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലോങ് ജമ്പും യൂസ് ചെയ്യാറ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണ് കാണിച്ചേക്കുന്നത്. സെറ്റ് ജമ്പ് ക്യാൻ ബി യൂസ്ഡ് ലൈക്ക് ട്രൈ. നമ്മൾ ട്രൈ പഠിച്ചില്ലേ, ട്രൈ പോലെ തന്നെയാണ് സെറ്റ് ജമ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ത്രോ പോലെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലോങ് ജമ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു സിൻറ്റാക്സ് ആണിത് കൊടുത്തേക്കുന്നത്, കോഡാണ്. ഇനി ജസ്റ്റ് ഇതൊരു ഫിഗർ കാണിച്ചേക്കാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, AWE എക്സെപ്ഷൻ, റൺ ടൈം എക്സെപ്ഷൻ, സെവറൽ മോർ ക്ലാസ്സസ്. എറേഴ്സിനുള്ള ഏതൊക്കെ എറേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞേക്കാണ്. ലിങ്കേജ് എറർ, വിർച്വൽ മെഷീൻ എറർ. ഇനി ഈ റൺ ടൈം എക്സെപ്ഷനകത്ത് വരുന്നതാണ് അരിത്തമെറ്റിക് എക്സെപ്ഷൻ, നൾ പോയിൻ്റർ എക്സെപ്ഷൻ, ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്. അപ്പോൾ ഇതെല്ലാം റൺ ടൈമിന് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചേക്കാണ്. ഈ എക്സെപ്ഷൻസ് എല്ലാം എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, അതെല്ലാം എക്സെപ്ഷൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. എക്സെപ്ഷൻസ് ആണ്, ഇതെല്ലാം ത്രോബിൾ ആണ്. ത്രോ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ കാണിക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഒരു ഒബ്ജക്റ്റ് ആണ്. ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ, ജസ്റ്റ് ഏതൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട്, അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നുള്ളത് കാണിച്ചേക്കാണ്. അപ്പോൾ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ജസ്റ്റ് ഇത്ര മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് എക്സെപ്ഷൻ എന്നുള്ളത്, അതിൻ്റെ എക്സാമ്പിൾസ്, എക്സെപ്ഷൻ ഹാൻഡ്ലിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അതിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത്, ഏതൊക്കെ ലാംഗ്വേജിലാണ് അത് യൂസ് ചെയ്യുന്നുള്ളത്, ജസ്റ്റ് ട്രൈ വെച്ചുള്ളതും ക്യാച്ച് വെച്ചുള്ളതും ഒന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ ഫങ്ഷൻ വെച്ചുള്ളതും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രൊപ്പഗേഷൻ, അതിൻ്റെ ഒരു എക്സാമ്പിൾ, എന്താണ് ക്ലീനപ്പ് ഓപ്പറേഷൻ എന്നുള്ളത്, ഇഫ് വെച്ച് നമുക്ക് എഴുതാവുന്ന ഒരു കോഡ്. പിന്നെ ഇതില്ലാതെ എക്സെപ്ഷൻസ് റേസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യുന്നുള്ളത്, സെറ്റ് ജമ്പും ലോങ് ജമ്പും, അതിൻ്റെ ഒരു സിൻറ്റാക്സും, ദെൻ എക്സാമ്പിളും. ഇത്രയാണ് ഈ ടോപ്പിക്കിലുള്ളത്. ഓക്കെ, താങ്ക് യു.